എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും എന്ന ആശ. ഇത് പറയുന്ന ആരോടാണ്? ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. ഇതും പറയുന്നത് he is speaking to the disciples. ഇതേ ശിഷ്യന്മാരോടാണ് പറഞ്ഞ അവിശ്വാസമായ ജനറേഷനാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ വിശ്വാസമില്ല. ഇന്ന് നമ്മളെ ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ അവിശ്വാസത്തിലല്ല ഞാൻ കൂടുന്നത്, ആ വിശ്വാസത്തിലാണ് കൂടുന്നത്. I come here in a belief, Lord. എന്റെ ഉത്തരം എവിടെയാണോ ഉള്ളത്? എനിക്ക് ലോകത്തിൽ നിന്ന് ഉത്തരം കിട്ടുന്നില്ല, എനിക്ക് ഒരിടത്തിൽ നിന്ന് ഉത്തരം കിട്ടില്ല. എനിക്ക് I can get my answer only through Christ. എന്റെ ഉത്തരം എനിക്ക് ക്രിസ്തുവിൽ നിന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ. ആ വിശ്വാസത്തിൽ ഇവിടെ ഇങ്ങനെ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരു ഞായറാഴ്ച വെറുതെ കൂടുന്നേ ഉള്ളൂ. I am just gathering just for the sake of gathering. അല്ലാതെ എന്റെ ജീവിതത്തിനോട് മാറ്റവുമില്ല. എന്റെ ജീവിതത്തിനോട് മാറ്റം വന്നെങ്കിൽ അത് ഒരു വിശ്വാസം എനിക്കുണ്ടാവണം. അത് എന്റെ ഉള്ളത് എവിടെയാണ്? അത് യേശുവിന് മാത്രമേ ഉള്ളൂ. Amen. It is only in Christ Jesus. Hallelujah. Thank you, Lord. Thank you, Lord. We praise you, Jesus, Lord. Our foundation ആണ് യേശു പഠിപ്പിക്കുന്നത്. Amen. Hallelujah. ഇവിടെ ഈ അവിശ്വാസം കൊണ്ട് നമുക്ക് ഒരു സാഹചര്യം മാറുമ്പോഴത്തേക്ക് നമുക്ക് താഴോട്ട് പോകും, നമ്മുടെ സംഘത്തിൽ താഴോട്ട് പോകും. പക്ഷെ എന്താണ് ഞാൻ ഈ സാഹചര്യം ഇവിടെയൊക്കെ അതിന് മുമ്പ് ഫിലിപ്പോസിന്റെ സംശയം, അപ്പോസ്തലനായ തോമസിന്റെ സംശയം, നമ്മൾ നേരത്തെ വാക്യത്തിന് ശിഷ്യന്മാർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊക്കെ വന്നപ്പോൾ തന്നെ യേശു പറയുന്നത് എന്താണ്? ആ വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. ഹല്ലേലൂയ. എന്റെ ഏത് സാഹചര്യമായാലും എനിക്കൊരു വിശ്വാസം ഉണ്ടാകണം. ആ ഫെയ്ത്തിലേക്ക് വരണം. കാരണം എന്താണ്? എന്റെ ജീവിതത്തിലൊരു മാറ്റം, എന്റെ അവസ്ഥയിലൊരു മാറ്റം വേണമെങ്കിൽ അത് ക്രിസ്തു യേശുവിൽ മാത്രമേ മാത്രമേ ഉള്ളൂ. Amen. Hallelujah. Thank you, Lord. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഉള്ളത് എവിടെയാണ്? ഈ കർത്തൃമേശയിൽ തന്നെയാണ്. Amen. അതിന്റെ ഭാഗമാകുന്നത് നമ്മൾ പലപ്പോഴും സങ്കടം വരുന്ന അല്ലെങ്കിൽ ഈ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സമയം കൂടും, പക്ഷെ കർത്തൃമേശയുടെ ഭാഗമാകുന്നില്ല. അല്ലെ? അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ഒരു പാപമുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പാപത്തെ ക്ഷമിക്കാൻ കഴിവ് ആർക്കാവുന്നത്? അത് നമ്മൾ എന്റെ ഭാഗമാകാത്തത്. Forgiveness comes from the Lord. കൃപ എന്നത് യേശുവിന് മാത്രമേ ഉള്ളൂ. കരുണ എന്നത് യേശുവിന് മാത്രമേ ഉള്ളൂ. ക്ഷമ എന്നത് യേശുവിന് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ ഭാഗമാകാത്തതോട് കർത്തൃമേശയുടെ ഭാഗമാകുന്നു. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതിനോട് നമ്മൾ കൂടി വരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. We gather for the Lord's table. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് ആരാധിച്ചു അതിനോട് കേട്ടിട്ടുണ്ട്. ഒരു മാറ്റം ഉണ്ടാവുന്നു. ഒരു മാറ്റം അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം കാണിച്ചത് എന്താണ്? നമ്മുടെ ജീവിതത്തെ എന്താണ്? അതെല്ലാം ക്ഷമ പറഞ്ഞിട്ട് I will be part of the Lord's table. But many times we, നമ്മൾ പലപ്പോഴും അപ്പൊ യേശു പറയുന്നത് I am the true wine. I am the true wine. നിങ്ങളുടെ ഈ അവിശ്വാസം കാരണമാണ് 15-ാമത്തെ അധ്യായത്തിൽ യേശു പറയുന്നത് ഒന്നുമില്ല. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയോ, എന്റെ പിതാവ് തോട്ടക്കാരനുമാണ്. എന്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. വായിച്ചോ. എന്റെ കാലത്ത് കൊണ്ടുകയും അവൻ നീക്കി കളയുന്നു. അപ്പൊ ഈ ഒരു അധ്യായം എന്തിനാണ് യേശു പറയുന്നത്? യേശു പറയുന്നത് ഇനി നിങ്ങൾക്ക് ഒരു കാരണവുമില്ല അവിശ്വാസം വരാൻ. There is no reason for unbelief. ഒരു എക്സ്ക്യൂസും ഇല്ല. നമുക്ക് പല എക്സ്ക്യൂസസ് ഉള്ള ആൾക്കാരല്ലേ? We have a lot of excuses. പക്ഷെ ഇനി നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസ് ഇല്ല. ഇനി നിങ്ങൾക്ക് ഒരു കാരണമില്ല അവിശ്വാസം വരാൻ. ഇനി ഒരു അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ചോദ്യം വരാൻ പാടില്ല. ഇനി ഒരു അപ്പോസ്തലനായ ഫിലിപ്പിന്റെ ഒരു ചോദ്യം വരാൻ പാടില്ല. ഇനി ഒരു ചോദ്യം വരാൻ പാടില്ല. ദൈവമേ, നീ തോമസോ ഫിലിപ്പോസോ ഒന്ന് മാറ്റി വെക്കുക. നമ്മൾ നമ്മളെ തന്നെ നോക്കുക. Keep ourselves in. അന്നേരം ചോദിക്കുക, Lord, where is my answer? എന്തുകൊണ്ടാണ് ഇത്? Why is this happening? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതൊരു ചോദ്യം വരാൻ പാടില്ല. I am the true wine. I am the true wine. My father is the wine person. ഈ ഒരു എക്സാമ്പിൾ അവരോട് പറയുന്നത് അവ ഇഷ്ടം പോലെ
vineyards ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുള്ള ആൾക്കാരാണ് മുന്തിരിത്തോട്ടം. അവർ ഇഷ്ടംപോലെ മുന്തിരിത്തോട്ടം എല്ലാം കണ്ട ആൾക്കാരാണ്. ഇപ്പൊ നമ്മളോട് ചിലപ്പോൾ നമ്മൾ ചിലരെ കണ്ടിട്ടുണ്ടായിട്ടുള്ളൂ മുന്തിരിത്തോട്ടം. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ പോണം കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇവരൊക്കെ മുന്തിരിത്തോട്ടം കണ്ടിട്ടുണ്ട്. മുന്തിരിത്തോട്ടം എങ്ങനെ ഇരിക്കുന്നതും എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആ യേശു അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇന്ന് നമ്മൾ ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്റെ ഉത്തരം എല്ലാം യേശുവിന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓർക്കും ഇത് പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഭാഗമാണ് ചിന്തിച്ചിരുന്നാൽ പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് ഇന്ന് മനസ്സിലാക്കണം. വാട്ട് ഈസ് ദിസ് എക്സാക്ട്ലി? എന്തുവാണ് ദൈവം സംസാരിക്കുന്നത്? എന്റെ പിതാവും ദൈവമാണ്. എന്തുവാണ്? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാണ്. I am the true vine. അത് അർത്ഥം I am the true vine എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം എന്നിൽ തന്നെയാണുള്ളത്. Whatever you need is in me. എന്നിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അത് ഉള്ളത് എന്നിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരു അവിശ്വാസത്തിന് ഒരു കാരണവുമില്ല. There is no reason for unbelief. Amen. I am the true vine. Amen. Hallelujah. Thank you, Lord. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു റിസോഴ്സസും ഇല്ല. എന്റെ റിസോഴ്സസ് എല്ലാം ഉള്ളത് അത് യേശുവിൽ മാത്രമേ ഉള്ളൂ. Amen. Hallelujah. Thank you, Lord. എന്നിട്ട് അത് തൊട്ട് താഴെ രണ്ടാമത്തെ വാക്യം പറയുന്നത് എന്താണ്? എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കി കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അവൻ ഫലം കായ്ക്കേണ്ടതിന് ശക്തി വെളിവാക്കും. അടുത്ത രണ്ട് തൊട്ട് താഴത്തെ വാക്യം എന്താണ്? ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു വാക്യമാണ്. ചിന്തിക്കളെ അവിടെ ആശ്വാസ വാക്കല്ല പറയുന്നത് യേശു ക്രിസ്തു. അവിടെ ആശ്വാസത്തെ വാക്കാണ് പറയുന്നത് അല്ല. ശിഷ്യന്മാർ പറയാറ് നിങ്ങളുടെ അപ്പൊ ആ ജീവൻ ഇരിക്കുന്ന ആർക്കാണ്? യേശുവിന് മാത്രമേ ഉള്ളൂ ആ ജീവനുള്ളത്. അപ്പൊ ഞാൻ എവിടെയാണ് കണക്റ്റഡ് ആയിട്ടിരിക്കേണ്ടത്? ഞാൻ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ടത് ആ യേശുവിന് മാത്രമേ ഉള്ളൂ. I need to be connected to Jesus Christ because എന്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളുണ്ട്. ഒരു നിമിഷം ഞാൻ ചിലപ്പോൾ ഹൈലൂയ മൊമെന്റിലായിരിക്കും, അടുത്ത നിമിഷം ഞാൻ താഴ്വരയിലാണ്. ഒരു ദിവസം സങ്കടപ്പെട്ട ഒരു അവസ്ഥയിലാണെങ്കിൽ ഒരു ദിവസം സന്തോഷമുള്ള അവസ്ഥയാണ്, ഒരു ദിവസം ഐശ്വര്യമുള്ള അവസ്ഥയാണ്. പല സാഹചര്യത്തിൽ കൂടെ ഞാൻ പോകണം. പക്ഷേ എനിക്ക് എന്തുവാണ്? എപ്പോഴും ഞാൻ ആ യേശുവിൽ കണക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കണം. I need to be connected because അതിന്റെ എല്ലാ പുത്രം, അതിന്റെ എല്ലാ റിസോഴ്സസും, അതിന്റെ എല്ലാം എനിക്ക് ആ സമയത്തുള്ള ആവശ്യങ്ങൾ എന്താണ്? ഞാൻ ഈ ലോകത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് പോകേണ്ട ഓരോ ആവശ്യങ്ങൾ എല്ലാം കിട്ടുന്നത് എവിടുന്നാണ്? ആ മുന്തിരി വഴിയിൽ മാത്രമേ ഉള്ളൂ. ആ മുന്തിരി ആ വഴിയിൽ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. കാരണം എന്താണ്? ആ യേശുവിലാണ് ഞാൻ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ആ യേശുവിൽ തന്നെയാണ് എന്റെ ആൻസേഴ്സ്, എന്റെ റിസോഴ്സസ് എല്ലാം ഉള്ളത്. ആ യേശുവിൽ മാത്രമേ ഉള്ളൂ. Hallelujah. Thank you, Lord. ഇന്ന് ഞാൻ സന്തോഷത്തിൽ വരുന്ന അവസ്ഥയായിരിക്കും. നാളെ സന്തോഷം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. നാളെ നമ്മുടെ സാഹചര്യം മാറുമെന്ന് ഒരു there is nothing, no guarantee in that. നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അൺസർട്ടനിറ്റി ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഉറപ്പും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. പക്ഷെ നമ്മൾ എവിടെയാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്? ഞാൻ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് യേശുവിൽ മാത്രമേ ഉള്ളൂ. Hallelujah. Thank you, Lord. എന്റെ റിസോഴ്സസ് എല്ലാം വരുന്നത് ആ യേശുവിൽ നിന്ന് മാത്രമേ ഉള്ളൂ. Hallelujah. Thank you, Lord. Thank you, Master Lord Jesus. We praise you, Lord Jesus. Hallelujah. Hallelujah. രണ്ടാമത്തെ വാക്യം. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കി കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ശക്തി
ചെത്തി വെടിപ്പാകും. അത് 6-ാമത്തെ വാക്യം വായിച്ചു. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. അവ ചേർത്ത് തീയിടുന്നു, അത് വെന്തുപോകും. അത് വെന്തുപോകും. നമ്മൾ നോക്കുമ്പോൾ യേശുവിനോട് ഭാഷ പോലെ എല്ലാം വെന്തുപോകും, കട്ട് ഓഫ് എല്ലാമാണ് പറയുന്നത്. ഇത് നമ്മൾ മറക്കരുത്. ആരോടെ പറയുന്നത്? ഇത് യൂദാസിനെ കുറിച്ചല്ല പറയുന്നത്. ഫരിസന്മാരോടും ശാസ്ത്രിമാരോടും അല്ല പറയുന്നത്, പക്ഷെ പറയുന്നത് ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫരിസന്മാരോട് പറ്റി പറയുകയാണെങ്കിൽ ഓക്കെ, വെരി ഗുഡ്, they deserve it. അവർക്ക് ഇത് അറിയിക്കുന്നു. അല്ലെങ്കിൽ യൂദാസിനെ കുറിച്ച് പറഞ്ഞാൽ അവർ ഇത് അറിയിക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്ന ആരെ കുറിച്ചാണ്? ആരോടാ പറയുന്നത്? ശിഷ്യന്മാരോടാണ് പറയുന്നത്. He is speaking to the disciples. Because യേശുവിന് അറിയാം ഏറ്റവും വലിയ ഇവിടുത്തെ പ്രശ്നം എന്താണ്. He knew what is the biggest problem of this generation. അവിശ്വാസം, unbelief. ഏറ്റവും എളുപ്പം നമുക്ക് unbelief വരുന്ന ആൾക്കാരാണ്. ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു സൈഡ് പറഞ്ഞാൽ നമുക്ക് എല്ലാം everything is good. പക്ഷെ ഒരു സൈഡ് മാറിയാൽ മതി നമ്മുടെ ഫെയ്ത്ത് അതുപോലെ താഴെ. നമ്മുടെ മറ്റേ ECG മെഷീൻ പോലെ നമ്മുടെ വിശ്വാസം അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ. അതിനാണ് നമ്മുടെ വിശ്വാസം. അല്ലാതെ ആ വിശ്വാസത്തിൽ നിന്ന് ശിഷ്യന്മാർ യേശുവിനെ പറഞ്ഞത് എന്തോ സംബന്ധിച്ച അവരുടെ യേശു പറയുന്നത് ആദ്യം അവരുടെ വിശ്വാസമാണ്. ഈ ലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ ദുഃഖങ്ങളുടെ അവസ്ഥകളുണ്ട്. എന്ത് സംഭവിക്കുന്നത് നമുക്ക് ഒന്നും അറിയത്തില്ല. പക്ഷെ നമുക്ക് വേണ്ടി നമ്മളിവിടെ കൂടുന്ന എന്താണ്? വെറുതെ കൂടുവാണോ? ജസ്റ്റ് ബിക്കോസ് വി ആർ പാർട്ട് ഓഫ് ദിസ് ചർച്ച്, ഓക്കേ, ഐ ആം ഗ്യാദറിംഗ്. നോ, നമ്മളിവിടെ കൂടുന്ന ഒരു ഒറ്റ മാത്രമേ ഉള്ളൂ. ഞാൻ ആ യേശുവായിട്ട് കണക്റ്റഡ് ആണ്. ഐ ആം കണക്റ്റഡ് ടു ദാറ്റ് പോയിന്റ്. അതുകൊണ്ടാണ് ഞാൻ കൂടുന്നത്. ബിക്കോസ് അതിലാണ് എന്റെ ജീവനുള്ളത്. there is life in it. എനിക്ക് പലതിനും ഉത്തരവില്ല, എനിക്ക് പലതിനും ആൻസേഴ്സ് ഇല്ല, എനിക്ക് പലതിനും ഒരു സൊല്യൂഷൻ ഇല്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, ഞാൻ ആ യേശുവായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് എനിക്ക് ഉത്തരം അവിടുന്ന് കിട്ടും, എനിക്ക് ഉറപ്പ് അവിടുന്ന് കിട്ടും. I get my surely from Christ Jesus. അതുകൊണ്ടാണ് നമ്മളിവിടെ കൂടുന്നത്. അതുകൊണ്ട് ഞാൻ ആരാധിക്കുന്ന സന്തോഷത്തോടെ ആരാധിക്കുന്ന കാരണം എന്നോട് I know my Christ will answer my prayer. Hallelujah. Thank you, Lord. Thank you, Master Jesus. We praise you, Lord. We give you glory, Lord Jesus. I'm everything. I am the true wine. Hallelujah. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് I am the true wine. അപ്പൊ യേശുവിടെ പറയുന്നത് എന്താണ്? ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. I am the God. ഞാൻ തന്നെയാണ് യഹോവ ഈരെ, ഞാൻ തന്നെയാണ് യഹോവ റാഫ, ഞാൻ തന്നെയാണ് യഹോവ ഷലോം. നിങ്ങളുടെ സമാധാനം ഞാൻ തന്നെയാണ്. Amen. Hallelujah. Thank you, Lord. നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നതും ഞാനാണ്. നിങ്ങളുടെ ആശ്വാസവും ഞാൻ തന്നെയാണ്. Hallelujah. Thank you, Lord. നിങ്ങളുടെ അഭയം, I am your refuge. നിങ്ങളുടെ അഭയവും ഞാൻ തന്നെയാണ്. Hallelujah. Thank you, Lord. ഞാൻ തന്നെയാണ് നിങ്ങളെ ക്ഷമിക്കുന്നതും, ഞാൻ തന്നെയാണ് നിങ്ങളെ നടത്തുന്നതും, ഞാൻ തന്നെയാണ് നിങ്ങളെ കരങ്ങളെ പിടിച്ചിരിക്കുന്നതും. Hallelujah. Thank you, Lord. I am the God inside you. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ദൈവം ഞാൻ തന്നെയാണ്. I am Emmanuel, God with us. Amen. അതുകൊണ്ടാണ് ഞാൻ ആ ദൈവത്തിലേക്ക് എല്ലായ്പ്പോഴും കണക്റ്റഡ് ആയിരിക്കുന്നത്. ഇനി എനിക്ക് അവിശ്വാസത്തിന് ഒരു കാരണവുമില്ല. I have no reason for unbelief. Amen. Hallelujah. Thank you, Lord. Thank you, Master Lord Jesus. Hallelujah. Thank you, Lord. We praise you. We give you glory, Lord. Hallelujah. Thank you, Lord. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ
സമയത്തിന്റെ മുമ്പൊക്കെ അവൻ നീക്കിക്കളയും. Amen. Hallelujah. Thank you, Lord. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ശക്തി വെളിവാക്കുന്നു. Hallelujah. Thank you, Lord. അതിൽ ഞാൻ കണക്റ്റഡ് ആവുമ്പോൾ എന്താണ് എനിക്ക് ആ ദൈവത്തിന്റെ ആ സ്വഭാവത്തിലേക്കാണ് ഞാൻ വരുന്നത്. because I'm connected to the vine. ആ മുന്തിരി വള്ളിയിലായിട്ടാണ് ഞാൻ കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പൊ എന്റെ ഉള്ളിൽ വരേണ്ട ആ എന്താണ് നമ്മൾ കുറച്ചു നേരം മുമ്പ് വായിച്ചല്ലേ, on the night he was betrayed he gave thanks. ആരാ ഒറ്റിക്കൊടുത്ത രാത്രിയില് അവിടെ യേശു സംഭവപ്പെട്ടിരുന്നില്ല. യേശു അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന all these years Judas was a thief. നമ്മളെ ആരെങ്കിലും ചതിച്ചാൽ നമ്മളെന്നോട് പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ നമ്മൾ ആ സങ്കടത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ആ ഭാരത്തിലാണ് ജീവിക്കുന്നത്. We live in that burden. But യേശു അതൊന്നും സമയത്ത് he is giving thanks. കാരണം Jesus was connected to his Father. യേശു ആ ദൈവവുമായിട്ട് കണക്റ്റഡ്. ഇത് യേശു പറയുന്നത് I am the true one. Amen. Hallelujah. Thank you, Lord. അപ്പോസ്തലനായ പൗലോസിന് വളരെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് യേശു പറയുന്നത് അത് 11-ാം അധ്യായം റോമൻസ് 11-ാം വർഷം Romans 11:20. അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. എന്നാൽ കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞ് Yes, but remember, those branches were broken off because they didn't believe in Christ, and you are there because you do believe. They are Israel. Our natural branches are naturally our connected are പക്ഷേ അവരുടെ അവിശ്വാസം കാരണം ജാതികളായ നമ്മൾ ഇപ്പം അതിലേക്ക് കണക്റ്റഡ് ആയി വന്നിട്ടുണ്ട്. അവരുടെ ആവശ്യം ദൈവം അവർക്ക് എല്ലാം കൊടുത്തു. നമുക്കറിയാം അതിലേക്ക് ഞാൻ കരുതുന്നത് God gave them everything. അവർക്ക് എന്തൊക്കെയാണ് ഓരോ ദിവസവും അവരുടെ ആവശ്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് അവരെ നടത്തി. പക്ഷേ അവരുടെ അവിശ്വാസം കാരണം അവരെ പക്ഷെ നിങ്ങളും ഞാനും അതിലേക്ക് ദൈവം ചേർത്തു. Thank you, Master Lord Jesus. I'll come to it. ഒന്നുകൂടെ 7-ാമത്തെ വാക്യത്തിലേക്ക് കൊണ്ടുവരാം. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. നെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. അപ്പൊ അവിടെ ഞാൻ അവിടെ ചെയ്തത് എങ്ങനെയാണ് ഞാൻ ചേർന്നത്? How do I came in contact with the vine? നമ്മൾ ആ മുന്തിരി വള്ളിയിലേക്ക് വന്നത് ആ നാച്ചുറൽ മാറ്റിയിട്ട് ആ നാച്ചുറലി കണക്റ്റഡ് ആയ ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് മുറിച്ചെടുത്തിട്ട് നമ്മളെ അതിലേക്ക് ദൈവം ചേർത്തു. എങ്ങനെ? ക്രിസ്തു യേശു മുഖേന, through Christ Jesus. അപ്പൊ ആ ക്രിസ്തു യേശു മുഖേന നമ്മളെ അതിലേക്ക് ചേർത്തിട്ടാണ് ആ നാച്ചുറൽ അവിടെ ഉണ്ടായത്. പക്ഷെ അവരുടെ അവിശ്വാസം രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പൊ എന്നോട് പറഞ്ഞ ആ നാച്ചുറൽ മാറ്റിയിട്ട് നിങ്ങളും ഞാനും ആ യേശുവിലേക്ക് ആ മുന്തിരിവള്ളിയിലേക്ക് അതിലേക്ക് ദൈവം എന്നോട് അത് ഗ്രാഫ്റ്റ് ചെയ്തു, അത് ഒട്ടിച്ചു. Amen. Hallelujah. He has sealed us. He has sealed us. Amen. Thank you, Lord. അപ്പൊ അത് സീൽ ചെയ്യണമെങ്കിൽ എന്താണ്? അവിടെ ഒരു രക്തചൊരിച്ചിൽ ഉണ്ടാവണല്ലേ? There is bleeding happening. എന്താണ് മുറിച്ചത്? What was cut? ആ വീഞ്ഞ് മുറിച്ചല്ലേ? There is bleeding happening. ആ ക്രിസ്തു യേശു നമുക്ക് വേണ്ടി ആ ക്രൂശിൽ മരിച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മളെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. He has sealed it. ഗ്രാഫ്റ്റിംഗ് അറിയാമോ? മനസ്സിലാവും. അത്
it was cut. അപ്പൊ ആ കട്ട് ചെയ്ത സ്ഥലത്ത് നമ്മളെ എന്താണ് നമ്മളെ Hallelujah. Hallelujah. Thank you, Lord. അതിന് എന്തോ പറയുന്നത് അതാ എങ്ങനെ ഒട്ടിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയണം. ഗ്രാഫ്റ്റിംഗ് ഇങ്ങനെ ഒട്ടിക്കുന്നത് ഒരു വാക്സ് മെഴുക്. And how are we seeing? നമ്മൾ എങ്ങനെ seeing? Ephesians 1:30. അവനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവുമായി മുദ്രയിട്ടിരിക്കുന്നു. ഇംഗ്ലീഷ് ഒന്ന് പറയാം. In him you also trusted. After you heard the word of truth, the gospel of your salvation, in whom also having believed, you were sealed with the Holy Spirit. With the Holy Spirit of promise. With the Holy Spirit. അപ്പം അവിടെ ആ സീലിംഗ് ഗ്രാഫിക് ആയിട്ടുള്ള ഒരു മെഴുകാണെങ്കിൽ നിങ്ങളെ എന്നെ ആ യേശുവിലേക്ക് സീൽ ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവുകാരെ അതിലേക്ക് ഒരു കണക്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. Hallelujah. It is the Holy Spirit that connects me to Jesus Christ. ആ പരിശുദ്ധാത്മാവാണ് എന്നെ ആ ക്രിസ്തുവിലേക്ക് ആ കണക്ഷൻ കൊണ്ടുവരുന്നത്. പരിശുദ്ധാത്മാവിന്റെ ജോലി എപ്പോഴും എന്തുവാണ്? ക്രിസ്തുവിലേക്ക് കൊണ്ടുപോവുക. പരിശുദ്ധാത്മാവിന്റെ ജോലി നമ്മൾ ഏത് വാഹനം ഏത് കാർ ഏത് ഇത് മേടിക്കുന്നല്ല. പരിശുദ്ധാത്മാവിന്റെ ജോലി എല്ലാ അവസ്ഥയിലും എന്താണ്? ആ ക്രിസ്തുവിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. The Holy Spirit guides us always to Christ Jesus. കാരണം എന്താണ്? ഞാൻ ആ എന്റെ സീലിനോട് പരിശുദ്ധാത്മാവാണ് ആ മുന്തിരിവള്ളിയിലേക്ക് ആ യേശുവിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കേൾക്കേണ്ടത് എന്താണ്? ആ പരിശുദ്ധാത്മാവ് പറയുന്നത് that we should be sensitive to the Holy Spirit. എന്നെ യേശുവായിട്ട് കണക്ട് ചെയ്യുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവാണ്. It is the Holy Spirit. Amen. Hallelujah. അവ എന്റെ ആൻസേഴ്സ് എന്റെ ചാലഞ്ചസ് എന്റെ സങ്കടങ്ങൾ എന്റെ സന്തോഷം എല്ലാം എന്നെ കണക്ട് ചെയ്യിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് ആരോടാണ്? ആ യേശുവിലേക്കാണ്. എന്റെ ആൻസർ എവിടെയാണ്? ആ യേശുവിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പരിശുദ്ധാത്മാവിനോട് ആ സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ചെവികളും നമ്മുടെ എല്ലാം സെൻസ് ഇത് എല്ലാം എങ്ങോട്ടാണ് കണക്റ്റഡ് ആകേണ്ടത്? ടു ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് യേശു പറയുന്നത് പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തരുത്. Amen. Do not grieve the Holy Spirit. Amen. Hallelujah. മനസ്സിലാകുന്നുണ്ടോ? How many of you are able to understand? It is the Holy Spirit I'm connected and my answer is in Jesus Christ. എന്റെ ഉത്തരങ്ങളെല്ലാം യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം താൽക്കാലികം മാത്രമേ ഉള്ളൂ. It is all temporal. Amen. Hallelujah. Thank you, Lord. അപ്പോസ്തലൻ പൗലോസ് ഇത് ജോൺ 15 പറഞ്ഞ അപ്പോസ്തലൻ പൗലോസ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. അപ്പോസ്തലൻ Paul understood what Jesus was speaking. അന്ന് തൊട്ട് മുമ്പത്തെ അദ്ദേഹം ജോൺ 15 അതിൽ പറയുന്നതോടെ ഒരു കംഫർട്ട് വരും, ഒരു ഹോളി സ്പിരിറ്റ് തരുന്നുണ്ട്. പക്ഷെ അത് എക്സാക്ട്ലി മനസ്സിലാക്കി അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് we are sealed by the Holy Spirit. Amen. ആ ഗ്രാഫ്റ്റിംഗ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആ ഗ്രാഫ്റ്റിംഗ് because my എല്ലാം ആ ഗ്രാഫ്റ്റിംഗ് ഉള്ള കാരണം മാത്രമേ എനിക്കിത് പറയാൻ പറ്റും. കർത്താവേ, you are my provider, you are my answer, you are my peace. അങ്ങാണ് എന്റെ സമാധാനം, അങ്ങാണ് യഹോവ ഈറെ, അങ്ങാണ് യഹോവ റാം. എന്റെ ഹീലിംഗ് ഇരിക്കുന്ന അങ്ങനെ മാത്രമേ ഉള്ളൂ. It is only in you. Amen. ഇനി ആ വിശ്വാസത്തിന് ഒരു കാരണവുമില്ല. എനിക്ക് ആ
We praise you, Lord Jesus. He's all that I need. And Yeshu matram madi. Thank you, Lord. എനിക്ക് യേശു മാത്രമേ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കറിയാം 10-25 പേരുണ്ട് 25 പ്രശ്നമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. We have 25 challenges including me. അല്ലേ? We all have challenges. പക്ഷേ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ. That is Lord Jesus Christ. Hallelujah. Thank you, Lord. 25 പ്രശ്നത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ പോയാൽ I don't have any ഉത്തരമില്ല. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. Be connected. ആ മുദ്ര വഴിയായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. Amen. He's all that I need. Hallelujah. Thank you. Praise Lord Jesus. ഇന്ന് പകൽക്കാലം നമുക്ക് അത് മാത്രമേ ഉള്ളൂ. കർത്താവേ, I need you. I need you, Lord Jesus. Lord, I need you. Lord, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. One more time. Lord, I need you. Lord, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. Thank you, Lord. ഏത് ചാലഞ്ചിലൂടെ പോയാലും ഏത് പ്രശ്നത്തിലൂടെ പോയാലും എനിക്കറിയാം അന്ത ഉത്തരം എന്താണ് യേശുവിനോട്. പക്ഷെ ഞാൻ ആ യേശുവിനെ കണക്റ്റഡ് ആണ്. അപ്പോൾ എന്റെ ഉള്ളിൽ തന്നെ അത് ഉണ്ട്. Amen. Hallelujah. Thank you, Lord. I have the answer because Christ is in me. Amen. Hallelujah. എന്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് ഒരു റിസോഴ്സസും ഇല്ല. പക്ഷെ എന്റെ ഉള്ളിൽ കൂടെ തന്നെ അത് വരുന്നുണ്ട്. ബിക്കോസ് ഞാൻ ആ മുൻകരുതലുമായിട്ട് കണക്റ്റഡ് ആയിക്കൊണ്ട് ആ പരിശുദ്ധാത്മാവുമായിട്ട് കണക്റ്റഡ് ആയിക്കൊണ്ട്. Amen. Hallelujah. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ആവശ്യമില്ല. എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവേ, I know that the Lord, my answer is in me because not of me, Lord. ഞാൻ പറയുന്നത് കർത്താവേ, ആ പരിശുദ്ധാത്മാ മുഖേന because of the Holy Spirit, Lord Jesus, Lord, I have the answer, Lord Jesus, Lord. അങ്ങനെയൊക്കെ നോക്കാൻ കർത്താവേ, അങ്ങനെയൊക്കെ ആശ്വാസം നോക്കാൻ കർത്താവേ. Oh Lord, let my hand rise unto you, Lord. എന്റെ കരങ്ങൾ അങ്ങനെയൊക്കെ ഉയരാൻ കർത്താവേ. അങ്ങ് കർത്താവേ എന്നെ തുറന്ന് കർത്താവേ, അങ്ങ് നിങ്ങളോട് സംസാരിക്കുക കർത്താവേ. Hallelujah. Thank you, Master Jesus, Lord. എന്റെ സമാധാനം അങ്ങിൽ മാത്രമേ ഉള്ളൂ കർത്താവേ. എന്റെ സൗഖ്യം അങ്ങിൽ മാത്രമേ ഉള്ളൂ കർത്താവേ. വേറെ ഒരു രക്ഷയില്ല കർത്താവേ. അങ്ങ് മാത്രം. You alone, Lord Jesus. എന്റെ അവിശ്വാസം മാറ്റുക കർത്താവേ. My unbelief, Lord Jesus, Lord. Let me believe in Christ Jesus. Let me believe in the word of God. Let me believe in Christ who came down, died for me, Lord Jesus. Hallelujah. Thank you, Lord. Hallelujah. We praise you, Lord Jesus. Hallelujah. Thank you, Master Lord Jesus, Lord. എന്റെ പിതാവാം ദൈവം ഒരു തെറ്റായ പ്രോമിസ് ഒന്നും എനിക്ക് തരുന്നില്ല. It is not a false promise that he gives, Lord Jesus, Lord. ആ പിതാവാം ദൈവം മനുഷ്യനല്ല, കള്ളത്തരം പറയാൻ കർത്താവേ. Hallelujah. If I am connected with Christ, Lord, ഇന്ന് പകൽക്കാലം എനിക്ക് ആ കണക്ഷൻ ഉണ്ടെങ്കിൽ കർത്താവേ, എനിക്ക് ആവശ്യമുള്ള ജ്ഞാനവും എന്റെ കർത്താവേ അങ്ങാണ് തരുന്നത് കർത്താവേ. എന്റെ വീക്ക്നെസ് അങ്ങാണ് ശക്തിപ്പെടുത്തുന്നത് കർത്താവേ. Hallelujah. Thank you, Lord. എനിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസും എല്ലാം കർത്താവേ അങ്ങ് മാത്രമേ തരുന്നുള്ളൂ കർത്താവേ. Hallelujah. You are my strength, Lord Jesus, Lord. എന്റെ കാലുകളിലേക്കുള്ള എല്ലാ ശക്തി കർത്താവേ അങ്ങിൽ നിന്ന് മാത്രമേ ഉള്ളൂ കർത്താവേ. Hallelujah. Because I am connected in you, Lord Jesus. Hallelujah. Thank you, Lord. We praise you, Lord Jesus, the Lord. Hallelujah. Thank you, Lord.
willing to give. He is willing to give, oh Lord Jesus, oh Lord. Thank you, Lord. Thank you, Lord Jesus, oh Lord. Hallelujah. Thank you, Lord. Thank you, Lord. ഒരു കാറ്റും ഒരു കൊടുങ്കാറ്റും ഒന്നും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല കർത്താവേ. കാരണം I am connected in you, Lord Jesus. We praise you, Lord Jesus. ഒരു തിരമാലകളും കർത്താവേ നമ്മളെ തകർക്കാൻ പറ്റില്ല because I am connected with you, Lord. Hallelujah. Hallelujah. Thank you, Lord. Hallelujah. Thank you, Lord Jesus, Lord. ശത്രുക്കളെ ഒന്നും കർത്താവേ അത് ഫലിക്കുന്ന കാരണം ഞാൻ എന്ന് പകർക്കാൻ കർത്താവേ അങ്ങനെയൊക്കെ ഞാൻ connected, Lord Jesus, Lord. Hallelujah. We praise you, Lord Jesus. എന്റെ വീഴ്ചയിൽ നിന്ന് കർത്താവേ ഉയർത്താൻ അങ്ങേക്ക് മാത്രമേ സാധ്യമുള്ളൂ കർത്താവേ. കാരണം God, I want to reconnect with you, Lord Jesus. Hallelujah. ആ മുന്തിരി വഴിയിലേക്ക് കർത്താവേ. Thank you, Lord. Thank you, Lord. Thank you, Lord Jesus. Hallelujah, Jesus. ഒന്നിനും കർത്താവേ അത് തകർക്കാൻ സാധ്യമല്ല കർത്താവേ. Hallelujah, Lord Jesus. We praise you, we give you glory, Lord. Thank you, Lord. Thank you, Lord Jesus. നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ട് കർത്താവേ എന്ന് പകർക്കാൻ കർത്താവേ. We say, Lord Jesus, forgive us, Lord Jesus. I want to get connected with you. ഒരിക്കൽ കൂടെ കർത്താവേ ആ മുന്തിരി വഴിയിലേക്ക് ഞങ്ങളെ കർത്താവേ ഒന്നുകൂടെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുക കർത്താവേ. ആ വിശ്വാസത്തിലായി ഒന്ന് മാറ്റം കർത്താവേ. കാരണം എന്റെ എല്ലാം കർത്താവേ അതിൽ മാത്രമേ ഉള്ളൂ. It is only in you, Lord Jesus. അങ്ങ് മാത്രമേ ഉള്ളൂ കർത്താവേ. Hallelujah. Thank you, Lord. Thank you, Lord Jesus. നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന ഓരോ ചിന്തകളും ഒന്ന് ദൈവത്തിലേക്ക് ഒന്ന് സമർപ്പിക്കുക കർത്താവേ. Hallelujah. I want to get connected to Lord Jesus, oh Lord. I want to get connected to Lord Jesus. We praise you, Lord Jesus. ശാരീരികമായിട്ട് അസ്വസ്ഥതകളുണ്ട് കർത്താവേ. Hallelujah. പക്ഷേ അങ്ങാണ് യഹോവ റാഫ, Lord Jesus, oh Lord. You are the creator of heaven and earth, Lord Jesus. We surrender every thought to Lord Jesus. Every thought to Lord Jesus, O Lord. ഞങ്ങളുടെ കുറവുകളെല്ലാം ഏതൊക്കെ കുറവുകളുണ്ട് കർത്താവേ അത് അങ്ങേക്ക് അറിയാമോ കർത്താവേ. ഞങ്ങൾ ഒന്നുകൂടെ കർത്താവേ, ഓ ലോർഡ്, we want to get connected with you, Lord. ആ ഗ്രാഫ്റ്റിംഗിലേക്ക് ഒന്നുകൂടെ വരാൻ കർത്താവേ. Thank you, Lord Jesus. Hallelujah, Lord Jesus. Hallelujah, Lord Jesus. ഭാവിയെ ഓർത്ത് ഞങ്ങൾക്ക് കർത്താവേ, we think about the future, Lord Jesus, Lord. പല സംശയങ്ങളും പല വ്യാകുലതകളും എല്ലാം ഉണ്ട് കർത്താവേ. Hallelujah. Thank you, Lord Jesus, Lord. പക്ഷേ കർത്താവേ എന്റെ ഭാവി അങ്ങനെയാണ് കർത്താവേ. My security is in you, Lord Jesus. My future is in you, Lord Jesus. ഒരിക്കൽ കൂടെ കർത്താവേ ആ ഒരു കണക്ഷനിലേക്ക് വരുന്ന കർത്താവേ എന്റെ ഭാവിയെ ഓർത്ത് കർത്താവേ. Hallelujah, Lord. Thank you, Lord. Thank you, Master, Lord Jesus. Hallelujah, Lord Jesus. We praise you, Lord Jesus. Thank you, Lord. Thank you, Lord Jesus. Can we submit everything unto the Lord? നമ്മുടെ എല്ലാ ചിന്തകളും എവിടെയോ അത് മൂന്ന് പോയിട്ടുണ്ട് കർത്താവേ. ഇന്ന് ഒരിക്കൽ കൂടെ കർത്താവേ അത് ഒന്ന് ഒട്ടിച്ച് നൽകുന്നു. We praise you, Lord Jesus.
പക്ഷേ ഇന്ന് പകൽക്കാലം let me tell you, it is all you that I need, Lord Jesus. അങ്ങ് മാത്രം മതി കർത്താവേ. Thank you, Lord. Hallelujah, Lord Jesus. Thank you, Lord Jesus. We praise you, Lord Jesus. Hallelujah. Everything can be surrendered before you. The Bhagavad confess, Lord Jesus, Lord. The പാട്ടായിട്ടല്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ കൺഫെഷൻ ആണ്. ഇത് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഇത് പകൽക്കാലം കർത്താവേ. ഹല്ലേലൂയ. യേശു 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 It is my unbelief. Amen. Hallelujah. Thank you, Lord. Hallelujah. Thank you, Lord. In the Bhagavad Gita, I am connected to the vine. And I'm believing that they are in you. Amen. Hallelujah. Hallelujah. Let us not vine. Amen. Hallelujah. Our position of the Amen. Hallelujah. Thank you, Lord Jesus, Lord. Other Vishwasatal Matrame, our Vishwasatal. Amen. Hallelujah. It is by faith. Amen. Hallelujah. It is only by faith. Our Vishwasatal Matrame is something to do. Hallelujah. Hallelujah. What are you Roman like? Roman Padman like? And the Padman Romans chapter 11. Let's see. ആദ്യഭാഗം വിശുദ്ധമെങ്കിൽ പിന്മ മുഴുവൻ അങ്ങനെ തന്നെ. വേര് വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേര് നിന്നെ അത്ര ചുമക്കുന്നു എന്ന് ഓർക്കാം. എന്നാൽ എന്നെ ഓട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. മെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ. For if the first fruit is holy, the lump is also holy. And if the root is holy, so are the branches. Amen. Hallelujah. So, and if some of the branches were broken off, and you, being wild olive tree, കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ by some of the branches from Abraham's tree, some of the people of Israel, some have been broken off, and you. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട്
ജാതിയുടെ ജെന്റൈൽ unnatural branches they call it. Amen. So now you will see കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് നാട്ടിലുമായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. എങ്കിലോ so now you also receive the blessing God had promised Abraham and his children, sharing in the rich nourishment from the root of God's special olive tree. അപ്പോൾ എബ്രഹാമിനുള്ള പ്രോമിസ് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളെ ആ നാച്ചുറൽ കട്ട് ചെയ്തിട്ട് നമ്മളെ ഈ കാട്ടുന്ന ആയ നമ്മളെ അതിലേക്ക് ചേർത്തിട്ട് ആ പ്രോമിസസ് ഇന്ന് നമുക്കും ഉണ്ട്. നിങ്ങളും ഞാനും ആ പൊസിഷൻ ഒന്നും ഓർത്തിരിക്കുമല്ലോ. നമ്മൾ പലപ്പോഴും ഇത് മറന്നു പോകുന്നതാണ് പ്രശ്നം. Many times we forget about it. ദൈവം അതിനെ അത് ഒന്ന് ഓർക്കുക. അതിന് മുന്നോട്ട് വയ്ക്കുക. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേര് നിന്നെ അത്ര ചുമക്കുന്നു. Well, you may say those branches were broken off to make room for me. Yes, remember those branches were broken off because they didn't believe in Christ, and you are because you do believe. കൊമ്പുകളുടെ നേരെ പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേര് നിന്നെ അത്ര ചുമക്കുന്നു. നീ വേരിനെ അല്ല, വേര് നിന്നെ അത്ര ചുമക്കുന്നു. വേര് നിന്നെ അത്ര ചുമക്കുന്നു. നമ്മളല്ല പിടിക്കുന്നത്, ദൈവമാണ് നമ്മൾ പിടിച്ചത്. It is God who is holding our hand. Amen. ഇന്ന് നമ്മളിവിടെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഹത്വം ഒന്നുമല്ല, അത് ദൈവം നമ്മുടെ കരം പിടിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മളിവിടെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോളിനെസ് ഒന്നുമല്ല. നിങ്ങൾ അവിടെ ഞാൻ ഇവിടെ നിൽക്കാൻ യോഗ്യനല്ല. I am not worthy. പക്ഷെ ദൈവം നമ്മുടെ കരം പിടിച്ചുകൊണ്ട് മാത്രമാണ്. Thank you Lord. അത് എഴുതാവുന്ന വാക്യം. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. മക്കൾ ജോൺ 15 ആരോടാണ് ദൈവം സംസാരിക്കുന്നത്? യേശു സംസാരിക്കുന്നത് ശിഷ്യന്മാർ. അപ്പോസ്തലൻ പൗലോസ് ആരോടാണ് സംസാരിക്കുന്നത്? സഭയോട് സംസാരിക്കുന്നത്. Jesus was speaking to the disciples. Paul is speaking to the church. നമ്മുടെ വിശ്വാസം സഭയുടെ വിശ്വാസം. ശിഷ്യന്മാരുടെ സംസാരിക്കുന്നത് സഭയുടെ സംസാരിക്കുന്നത്. ഇന്ന് പകൽക്കാലത്ത് നമ്മളോട് സംസാരിക്കും. നമ്മുടെ വിശ്വാസം, our unbelief. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. നിങ്ങളെ അടുത്ത യേശു അവരുടെ വാണിംഗ് കൊടുക്കുന്നത് 2-ാമത്തെ വാക്യത്തിലും 6-ാമത്തെ വാക്യത്തിലും ഇവിടെ പൗലോസ് പറയുന്നത് സാധാരണ നാച്ചുറലിനെ വെട്ടിക്കളയാൻ നിങ്ങളെ നമ്മളെ വെട്ടിക്കളയാൻ ഒന്നും അതോടെ അഹങ്കരിക്കരുത്. Do not be proud that I am so. ദൈവത്തിന് നാച്ചുറലെ വെട്ടിക്കളയാൻ ഒരു സമയവും വിശ്വാസം. അതോട് ഉറപ്പല്ല, ഞാനല്ല ദൈവത്തെ വെക്കാൻ വിളിച്ചത്, ദൈവമാണ്. എപ്പോഴും ഉറപ്പ് എനിക്ക് ഒരു റിസോഴ്സസും ഇല്ല, പക്ഷെ എന്റെ റിസോഴ്സസ് എല്ലാം യേശുവിൽ മാത്രമേ ഉള്ളൂ. Everything is from Christ Jesus. അതുകൊണ്ടാണ് every hour, every day എനിക്ക് I need to be connected to Jesus Christ. ആ യേശുവായിട്ട് ഒരു കണക്ഷൻ എനിക്ക് എപ്പോഴും ഉണ്ടാകണം. കർത്താവേ, കാരണം എന്റെ ഉള്ളിൽ ഒന്നുമില്ല, എല്ലാം അങ്ങിൽ നിന്ന് മാത്രമേ ഉള്ളൂ. Everything is from Christ Jesus. Amen. Hallelujah. Thank you Lord. It is only through Christ Jesus. വേറെ ഒന്നുമില്ല നമുക്ക്. Hallelujah. ആ ഒരു ബോധ്യത്തോടുകൂടിയാണ്. Amen. Hallelujah. Thank you Lord. യേശുവിന്റെ ആ ശിഷ്യന്മാരോട് സംസാരിച്ചു, കാരണം അവർക്ക് അവിശ്വാസം.
ഇന്ന് സഭയിലും നമുക്ക് പറയാൻ പറ്റുന്നത് എല്ലാം നല്ല വിശ്വാസികൾ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ ഒരു സാഹചര്യം നമുക്കറിയാം എന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു എനിക്ക് സ്ട്രോക്ക് വന്നപ്പം എന്റെ യാത്രയിലെ വിശ്വാസമല്ല വന്നത്, എന്റെ അവിശ്വാസമാണ് വന്നത്. അന്നേരം അവിടെ ദൈവം നടത്തിയതല്ല ഞാൻ ചിന്തിച്ചത്. ദൈവം ഇനി മുന്നോട്ട് ഞാൻ എങ്ങനെയാണെന്ന് ചിന്തയാണോ അത്ര ഓടുന്നുണ്ട്. ഒരു ചെറിയ സാഹചര്യം നമ്മുടെ വിശ്വാസം. Jesus. Thank you, Master Jesus. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയിൽ തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. Amen. Hallelujah. Thank you, Lord. Therefore, consider the goodness and severity of God on those who fell severely, but towards you goodness, if you can continue in His goodness, otherwise you also will be cut off. You also will be cut off. Are they not be our God? Amen. ഇന്ന് നമ്മളുടെ ഗ്രേസ് പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ കൃപയുടെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസം വന്നെങ്കിൽ ദൈവം അത് മുറിച്ചു മാറ്റാൻ ദൈവത്തോട് വന്നില്ല. ഒറ്റ കാര്യത്തിൽ മാത്രമാണ് നമ്മളുടെ കൂടുതൽ ആ വിശ്വാസങ്ങളാണ്. Faith in Christ Jesus alone. Faith in Christ Jesus. ഓരോ ദിവസവും നമുക്കറിയാം പല ചാലഞ്ചസ് ഉണ്ട്. ഇന്ന് അവർ ഇവിടുന്ന് പോകുമ്പോൾ എനിക്കറിയാൻ പറ്റില്ല, പല ചാലഞ്ചസ് ആയിട്ടാണ് പലരും പോകുന്നത്. പക്ഷേ നമ്മൾ ഒറ്റ ഒരു കാര്യത്തിൽ മാത്രം കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ, അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ആ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. I need to understand that God, as long as I'm connected to God, and then they will come and then nothing can shake, nothing can move me. ഈ സാഹചര്യത്തിൽ കൂടെ പോകുമ്പോൾ കർത്താവേ എനിക്കറിയാം കർത്താവേ അന്നത് നടത്തും കർത്താവേ. You are there, Lord Jesus, Lord, because I am connected in you. അതുകൊണ്ട് എന്റെ ആശ്രയം അങ്ങിൽ മാത്രമേ ഉള്ളൂ കർത്താവേ, വേറെ ഒന്നിനുമല്ല കർത്താവേ. It is only in you, Lord Jesus. Thank you, Lord. Thank you, Lord. ലോകം പോകുന്ന ഈ അൺസർട്ടനിറ്റി കൂടെ പോകുമ്പോഴും എനിക്കറിയാം കർത്താവേ അങ്ങ് സിംഹാസനത്തിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. God, you are sitting on the throne, Lord Jesus, Lord. Hallelujah. Thank you, Lord. Thank you, Lord Jesus, Lord. We praise you, Lord Jesus, Lord. പുതിയ നമ്മുടെ എല്ലാം പഠിപ്പിക്കുന്നത് എന്തുവാണ്? എല്ലാം ദൈവത്തിൽ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ എങ്ങനെയാണ് ആ ദൈവത്തിലേക്ക് യേശുവിനെ ചേർത്ത് വെച്ചിരിക്കുന്നത് കർത്താവേ. ഹല്ലേലൂയ. ആ ജോൺ 15 നമുക്ക് വായിക്കുമ്പോൾ I am the true vine. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. ഞാൻ നമുക്ക് വലിയ പറയുന്നത് കർത്താവേ എനിക്ക് ആ സത്യത്തിൽ മാത്രമേ ഇരിക്കാൻ ആവശ്യമുള്ളൂ കർത്താവേ. I need only you, Lord Jesus, nothing else. Thank you, Lord. Thank you, Lord. Thank you, Lord. Hallelujah. Thank you, Master Lord Jesus. ഏത് സാഹചര്യം വന്നാൽ കർത്താവേ ഹല്ലേലൂയ. പറയാൻ പലപ്പോഴും എളുപ്പമാണ്. ആ സാഹചര്യത്തിൽ കൂടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ പ്രശ്നം അറിയാൻ സാധിക്കുന്നുള്ളൂ. അത് എല്ലാവരും ഓരോരോ സാഹചര്യങ്ങളായിരിക്കും. ഹല്ലേലൂയ. പക്ഷേ എന്ത് സാഹചര്യമായാലും എനിക്ക് ഒറ്റ കാര്യം പറയാൻ മാത്രമേ പറ്റുള്ളൂ കർത്താവേ. That, oh Lord, you are my answer, Lord Jesus, Lord. അങ്ങനെ മാത്രമേ എന്റെ ഉത്തരമുള്ളൂ കർത്താവേ. Thank you, Lord. Praise you, glory, Lord. ഇത് പറഞ്ഞ കാലം എല്ലാം മാറിയും ഇത് സംസാരിച്ചത് എല്ലാം everything does not matter. പക്ഷെ ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. We are all grafted in Christ Jesus. നമ്മളെല്ലാവരും ആ ക്രിസ്തുവിൽ നമ്മളെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. Thank you, Lord. അത് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ഒറ്റ ആൾക്ക് മാത്രമേ അത് മാറ്റാൻ പറ്റത്തുള്ളൂ. നമ്മൾ മാത്രമേ Nobody can remove that, but only us, our unbelief. നമ്മുടെ അവിശ്വാസം മാത്രമേ ഉള്ളൂ. ആൾക്കാർ യേശു ഒറ്റപ്പെട്ട ആരാധനയുടെ Christ was betrayed. പക്ഷേ ക്രിസ്തു പിതാവിന്റെ വിശ്വാസം
നമുക്ക് മാത്രമേ അതിൽ മാറാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാം മാറ്റാൻ ഇഷ്ടം